ദിക്റുണ്ടാകണം. അള്ളാഹു അതിന് തൗഫീക്ക് തരട്ടെ. എല്ലാ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അതാണ്. ഞാനൊരു ചെറിയ ദിക്ർ പറയാം, ഒരു ചെറിയ ദിക്ർ പറഞ്ഞു തരാം. നിങ്ങൾ ഇന്ന് മുതൽ ഹയാത്താക്കി നിങ്ങൾ എല്ലാവരും സായുജ്യരാകണമെന്ന് പറയാൻ ഞാൻ തങ്ങളൊന്നുമല്ല, ഞാൻ വലിയ സൂഫിയൊന്നുമല്ല. ഞാൻ പറയാന്ന് പറഞ്ഞാൽ പ്രസംഗത്തിന്റെ കൂട്ടത്തിൽ പറയാം. അള്ളാഹുവിന്റെ അർശിനെ സൃഷ്ടിക്കാൻ, അള്ളാഹുവിന്റെ അർശിനെ പടച്ചിട്ട് ഈ അർശിനെ ഒന്ന് ചുമക്കാൻ അള്ളാഹുവിന്റെ മലായിക്കത്തുകളെ അള്ളാഹു താല സംവിധാനിക്കുകയാണ്. പക്ഷേ മലക്കുകൾക്ക് അർശ് ചുമക്കാൻ പറ്റുന്നില്ല. അർശ് ചുമക്കാൻ മലക്കുകൾക്ക് പറ്റുന്നില്ല. അവർക്ക് ആകെ പ്രയാസം. അല്ലദീന യഹ്മിലൂനൽ അർശ്, ഖുർആൻ പറഞ്ഞൊരു വിഭാഗമാണ് അർശിനെ ചുമക്കുന്ന മലക്കുകൾ. നമ്മൾ ഇപ്പോഴും പഠിച്ചു വെച്ചിരിക്കുന്നത് ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസറായിൽ, മുങ്കർ, നക്കീർ, റഖീബ്, അതീദ്, മാലിക്, റിദ്വാൻ. ഈ 10 അല്ലാതെ 11ാമത്തെ പേര് ആർക്കറിയാം? മോൻ പറഞ്ഞ 11ാമത്തെ മലക്കിന്റെ പേര് പറഞ്ഞ എത്ര മലക്കുണ്ട്? മലക്കുകളുടെ എണ്ണം അറിയോ? മലക്കുകളുടെ എണ്ണം ഞാൻ പറഞ്ഞുതരാം. കണക്ക് സാറന്മാരുണ്ടെങ്കിൽ കൂട്ടിക്കോളി. പിന്നെ നാളെ സ്കൂളിൽ പോകാൻ പറ്റൂല, ബുദ്ധിയെല്ലാം കൂടെ കയറി മരവിച്ചിരുന്നു പോകും. കഅബാലയത്തിന്റെ നേരെ മുകളിൽ 7ാം ആകാശത്തിൽ ഒരു ഭവനമുണ്ട്. അതിന്റെ പേര് ബൈത്തുൽ മഅമൂർ എന്നാണ്. ബൈത്തുൽ മഅമൂറിൽ ഒരിക്കൽ ഇബാദത്ത് എടുക്കുന്ന മലക്കുകളുടെ എണ്ണം 70,000 ആണ്. 70,000 മലക്കുകൾ ഒരിക്കൽ അതിനകത്ത് ഇബാദത്ത് എടുക്കും. ഇത് റസൂലുള്ളാഹിന്റെ വാക്കാ. ഒരിക്കൽ കയറിയ മലക്ക് പിന്നെ ജീവിതകാലത്ത് ഖിയാമത്ത് നാൾ വരെ പിന്നെ അതിനകത്ത് കയറാനുള്ള അവസരമില്ല. എന്നാൽ എല്ലാ ടൈമും ഇബാദത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മലക്കളുടെ എണ്ണം എത്രയാ? എണ്ണാൻ പറ്റുമോ? നമുക്ക് ആകെ അറിയുന്ന എത്ര മലക്കളുടെ പേരാ? 10. ആകെ 10. അതിൽ ജിബ്രീൽ എപ്പോഴും നമ്മുടെ ചർച്ചാ വിഷയം ആയതുകൊണ്ട്, എന്നാൽ നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മലക്ക ജിബ്രീൽ. ഏറ്റവും വലിയ ബന്ധം ഏതാ? മീകായില. നമുക്കല്ല ജാപ്പാട്, വെള്ളം, തുണി, കാറ്റ്, മഴ, ഇടി എല്ലാത്തിന്റെയും ഡ്യൂട്ടി കൊടുത്തിരിക്കണം മീകായിലിന്. ഒരു പരിഗണന നമ്മൾ കൊടുത്തിട്ടില്ല, അല്ലേ? അസ്രായിലിനെ നമുക്ക് നല്ല പേടിയാ. മുങ്കർ, നക്കീർ ഖബറിൽ വരുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്, ചോദ്യം ചോദിക്കാൻ. റഖീബ്, അതീദ് നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു, നന്നായിട്ടറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാരാവാരം പോലെ ഒരിക്കലും എണ്ണാൻ കഴിയാത്ത നിലയിൽ അല്ലാഹുവിന്റെ മലായിക്കത്തുകളുണ്ട്. ആ മലായിക്കത്തുകൾ, ലോകത്തുള്ള മുഴുവൻ മലായിക്കത്തുകളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മലായിക്കത്തുകൾ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ആ മലായിക്കത്തുകൾ, ആ പ്രിയപ്പെട്ട മാലാകമാര്, അല്ലാഹുവിന്റെ മാലാകമാര് ഈ ലോകത്ത് എന്റെയും നിങ്ങളുടെയും എല്ലാ കാര്യങ്ങളും ഹഫളത്തിന്റെ മലക്കുകൾ അടക്കമുള്ള, നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകൾ അടക്കമുള്ള നമ്മുടെ ഡ്യൂട്ടികൾ നിർവഹിക്കുന്ന മുഴുവൻ മലായിക്കത്തുകളും, ആ മലക്കുകളിൽ ഒരു വിഭാഗത്തെ അല്ലാഹു തആല തരംതിരിച്ചത് യഹ്മിലൂനൽ അർശ്, ഹമലത്തുൽ അർശിന്റെ മലക്കുകൾ എന്നാണ്. പറഞ്ഞ അർശിനെ ചുമക്കുന്ന മലക്കുകൾ. നിങ്ങൾക്കറിയണോ, മലക്കുകൾക്ക് അർശിനെ ചുമക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോ അള്ളാഹുവിനോട് ചെന്നിട്ട് പരാതി പറഞ്ഞു, പടച്ചോനെ പറ്റുന്നില്ല, എന്ത് ചെയ്യാനാ? അള്ളാഹ് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാനൊരു ഒരു മന്ത്രം പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞാൽ ഇനിയിപ്പോ ആകെ പ്രശ്നമാവും. ഒരു ദിക്ർ പറഞ്ഞു തരാം. മന്ത്രം ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടല്ല, മന്ത്രവാദികൾ ആളുകളെ കൊല്ലുമ്പോൾ അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പോൾ അത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാം കള്ളമന്ത്രവാദികൾ, കൂടുതലും വ്യാജ മന്ത്രവാദികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അള്ളാഹു അറിയിച്ചു കൊടുത്തു, നിങ്ങൾ ആ അർശിനെ ചുമക്കുമ്പോ നിങ്ങൾ പറയേണ്ടത് ഖൂലൂ സുബ്ഹാനല്ലാഹ്. മലായിക്കത്തുകൾക്ക് പിന്നെ ആകെ അറിയുന്നത് അത് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അങ്ങനെ വന്ന് മഹാനായ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹ് പടയ്ക്കുകയാ. ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചു. മലക്കുകൾക്ക് വേറെ ഒന്നും അറിയില്ല. സുബ്ഹാനല്ലാഹ്. ആദം നബിയെ പടച്ചപ്പോൾ
ആദം നബി അലൈഹിസ്സലാം തുമ്മി. ഇത് ഹദീസാണ്. ആദം നബി തുമ്മി. ആ സമയത്ത് ആദം നബി മിണ്ടുന്നില്ല. അല്ലാഹ് പറഞ്ഞു ഖുലിൽ ഹംദുലില്ലാഹ്, ആദമേ പറയൂ അൽഹംദുലില്ലാഹ്. ഇത് മലായികത്തുകൾ കേട്ടു. പിന്നെ അവര് പറയാൻ തുടങ്ങിയത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്, ഇതല്ലാതെ വേറൊന്നും അവർക്കറിയില്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്. അങ്ങനെ വന്നു മഹാനായ നൂഹ് നബിയുടെ കാലമെത്തുകയാ. ആദ്യമായിട്ട് വിഗ്രഹാരാധന തുടങ്ങിയത് നൂഹ് നബിയുടെ കാലത്താണ്. ആ സമയത്ത് അല്ലാഹു നൂഹ് നബിയോട് പറഞ്ഞു, നബിയേ അങ്ങ് ജനങ്ങളോട് പറയണം, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ലെന്ന് പറയൂ നബിയേ. ഇത് മലക്കുകൾ കേട്ടു. പിന്നെ അവർ അതും കൂടെ അങ്ങോട്ട് ഫിറ്റ് ചെയ്തു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതല്ലാതെ അവർക്ക് വേറൊന്നും അറിയില്ല. കാലങ്ങൾ കഴിഞ്ഞുപോയി. മഹാനായ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലമെത്തി. ഇബ്രാഹിം നബിക്ക് അല്ലാഹു ഇസ്മായിൽ എന്ന പൊന്നുമോനെ കൊടുത്തു. ആ പൊന്നുമോനോടുള്ള പ്രണയം, ആ പൊന്നുമോനോടുള്ള ഇഷ്ടം, ആ പൊന്നുമോനോടുള്ള സ്നേഹം, അല്ലാഹുവിനോടുള്ള സ്നേഹത്തെ മുറിച്ചിട്ടുണ്ടോ എന്നറിയാ. അല്ലാഹു തമ്പുരാനുടനെ തീരുമാനമെടുത്തു. ആ പൊന്നുമോനെ മിനയിലെ താഴ്വരയിൽ കൊണ്ട് കിടത്തിയിട്ടറുക്കു നബിയേ. കൊണ്ട് കിടത്തിയിട്ട് ഇബ്രാഹിം നബി പൊന്നുമോന്റെ കഴുത്തിലേക്ക് ഇതാ വാളങ്ങോട്ട് വെക്കുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മകന്റെ കഴുത്തിലേക്ക് വാൾ വെച്ചിട്ട് അറുക്കാൻ തുടങ്ങുമ്പോൾ അല്ലാഹു അദാ വഫദൈനാഹു ബിദിബ്ഹിൻ അലീം, ഒരു ആടിനെ ഇറക്കിയിട്ട് അല്ലാഹു ഇബ്രാഹിം നബിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, പകരം ആടിനെ അറുക്കുക. ഇബ്രാഹിം നബി അവിടെ നിന്ന് ഉറക്കെ പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. മലക്കുകൾ അത് കേട്ടു. പിന്നെ അവരെ പറയാൻ തുടങ്ങി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് ഞാൻ പറഞ്ഞതല്ല. ജിബ്രീൽ അലൈഹിസ്സലാം മുത്ത് റസൂലിന്റെ ചാരത്ത് വന്നിട്ട് നബിയേ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോ അത്ഭുതം തോന്നുന്ന സമയത്ത് പറയുന്ന ദിക്ർ അഷ്റഫുൽ ഖൽഖ് അങ്ങ് പറഞ്ഞു. എന്താണ്? വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് റസൂലുള്ള പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ അങ്ങയുടെ ഉമ്മത്തിനോട് ഇതും കൂടെ ചേർത്ത് പറയാൻ പറയോ. അതാണ് അത്ഭുതകരമായ ദിക്ർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഭയങ്കര അസറുള്ള ദിക്റാണിത്. അല്ലാഹു നമുക്കത് ചൊല്ലാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൽ തസ്ബീഹ് ഉണ്ട്, സുബ്ഹാനല്ലാഹ്, തഹ്മീദ് ഉണ്ട്, അൽഹംദുലില്ലാഹ്, തഹ്ലീൽ ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, തക്ബീർ ഉണ്ട്, അല്ലാഹു അക്ബർ, ഹൗകലത്ത് ഉണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഭയങ്കര അസറാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദിക്ർ നമ്മൾ മുറുകെ പിടിക്കുക. ഞാൻ പറഞ്ഞു വന്ന വിഷയം അവിടെയല്ല. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം നമുക്കെല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം ദിക്റാണ്. അത് പറഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകും കുറെ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ചെറിയ പ്രായത്തിൽ നമ്മളെന്താ പറയുന്ന പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു എന്നാണ്. ആരാ പറഞ്ഞ പൊട്ടക്കിണറാന്ന്? പൊട്ടക്കിണറെന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പൊട്ടക്കിണറെന്ന് പറഞ്ഞാൽ എന്താ? വെള്ളമൊന്നും ഇല്ലാത്തത്. പൊട്ടക്കിണറെന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും ഇല്ല. പൊട്ടക്കിണർ അതാണല്ലോ. ഈ കണ്ണ് കാണാത്തവനെ പൊട്ടൻ, ചെവിട് കേൾക്കാത്തവനെ പൊട്ടൻ. കിണറിൽ വെള്ളം ഇല്ലെങ്കിൽ പൊട്ടക്കിണർ, ഒരു ഉപയോഗം ഇല്ലാത്ത കിണർ. യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിലല്ല വലിച്ചെറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിൽക്കാലത്ത് വന്ന് തൊട്ടിയിറക്കേണ്ട കാര്യമില്ല യാത്രക്കാര്. എന്തിനാ അതിനകത്ത് തൊട്ടിയുടെ വെള്ളമാണെന്നും പറഞ്ഞ് ബക്കറ്റ് ഇറക്കിയത്? അങ്ങനെയാണല്ലോ അതിനകത്ത് പിടിച്ചിട്ട് യൂസുഫ് നബി കയറി വന്നത്. അപ്പോഴാണല്ലോ ഹാ ഗുലാം, ഹാ ബുഷ്റാ ഗുലാം, എന്തൊരു മൊഞ്ചുള്ള കുട്ടി. ആകെ പേടിച്ചു പോയി. തൊട്ടിക്കകത്ത് കുട്ടിയെ കണ്ടപ്പോ യാത്രക്കാർ അത്ഭുതപ്പെട്ട് നേരിട്ട് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊട്ടക്കിണറല്ല,
ഉപയോഗശൂന്യമായ കിണറായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും ഉപയോഗിക്കാത്ത കിണർ, അത്രയുള്ള അർത്ഥം. അവിടെ ആരും നിത്യ ഉപയോഗമല്ലാത്ത കിണർ, 4 സൈഡ് കാടൊക്കെ പിടിച്ചു കിടക്കുന്ന കിണറിലെ കൊണ്ട് തള്ളിയേ. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരു വലിയ പാറ അതിനകത്തുണ്ടായി. ആ പാറയിലാ യൂസുഫ് നബി ചെന്നിരിക്കുന്നത്, 4 ഭാഗത്ത് വെള്ളം. ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിന് രക്ഷപ്പെടാൻ കാരണം എന്തെന്നറിയോ? ഒരൊറ്റ പ്രവാചകന്മാരെയും അള്ളാഹു, വിപത്തുകളിൽപ്പെട്ട ഒരു പ്രവാചകനെയും ദിക്റില്ലാതെ അള്ളാഹ് രക്ഷപ്പെടുത്തിയിട്ടില്ല. ഒരൊറ്റ പ്രവാചകനെ. യൂനുസ് നബി അലൈഹി സ്വലാം ലാ ഇലാഹ ഇല്ലാ സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഖുർആൻ പറഞ്ഞു ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. ഈ പറഞ്ഞ കാര്യം യൂനുസ് നബി മിണ്ടിയില്ലായിരുന്നെങ്കിൽ ലബിസ ഫീ ബത്നിഹി ലാ യൗമി യുബഅസുൻ. ഖുർആൻ സൂറത്ത് സ്വാഫാത്ത്. അല്ലാഹ് പറയാണ്, ഖിയാമത്ത് നാൾ വരെ യൂനുസ് നബിയുടെ ഖബർ മത്സ്യത്തിന്റെ വയറാകുമായിരുന്നു. എൻ്റെ വാക്കല്ല. യൂനുസ് നബി വയറ്റിൽ നിന്ന് പുറത്തു വരാൻ കാരണം എന്താ? ദിക്ർ എഴുതുന്നുണ്ട്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. ഈ ദിക്ർ ചൊല്ലിയില്ലായിരുന്നെങ്കിൽ യൂനുസ് നബിക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അള്ളാഹ് അങ്ങനെ എല്ലാരെയും കൊണ്ട് ഇങ്ങനെ എല്ലാരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ഇരിക്കുന്ന ആളൊന്നും അല്ല. നമ്മളങ്ങോട്ട് പണിയെടുക്കണം, എന്നാലേ അള്ളാഹു രക്ഷപ്പെടുത്തുള്ളൂ. ഇല്ലെങ്കിൽ യൂനുസ് നബിയെ രക്ഷപ്പെടുത്തിയനെ. യൂസുഫ് നബിയെ രക്ഷപ്പെടുത്താൻ കാരണം എന്താണ്? യൂസുഫ് നബിയെ രക്ഷപ്പെടുത്താൻ കാരണം ആ ഉപയോഗശൂന്യമായ കിണറിന്റെ ഉള്ളിൽ 4 ഭാഗത്ത് വെള്ളമാണ്, ഒരു ദ്വീപ് പോലെ. ആ പാറ പുറത്തിരുന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞത് എന്തെന്നറിയോ? ലാ റഫീഖ ഇല്ലല്ലാഹ് വലാ സാഹിബ ഇല്ലല്ലാഹ് വലാ മൂനിസ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ഒരു റഫീഖ് എനിക്കില്ല. എനിക്കൊരു കൂട്ടുകാരൻ, എനിക്കൊരു കൂട്ടായിട്ട് അല്ലാഹ് അല്ലാതെ ഇല്ല. ലാ സ്വാഹിബ ഇല്ലല്ലാഹ്, എന്റെ സഹവാസി അല്ലാഹു അല്ലാതെ ഇല്ല. വലാ മൂനിസ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ നേരം പോക്കിന് വേറെ ആരുമില്ല. ഇത് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എല്ലാ വിപത്തിനും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. സക്കരിയ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ജോലി എന്താ? സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ജോലി എന്താ? നിങ്ങൾ നോക്ക്, നമ്മുടെയൊക്കെ എല്ലാ പ്രവാചകന്മാർക്കും ഓരോ ജോലി ഉണ്ടായിരുന്നു. കാരണം അവരെ ചോദ്യം ചെയ്യാൻ ആളുകൾ ആരുമില്ല. സക്കരിയ നബിയെ ഒരൊറ്റ പ്രവാചകന്മാരെ ചോദ്യം ചെയ്യാൻ കൗമിന് കഴിഞ്ഞിട്ടില്ല. അവര് പറഞ്ഞ ഇതാണ്, നീ എന്തിനാ ഞങ്ങളടുത്ത് വന്ന് ഈ ദഅവത്ത് നടത്തുന്നത്? വേറെ ജോലി ഇന്ന് വീട്ടിൽ പോയി എന്നേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ പ്രവാചകന്മാർക്കും ജോലി ഉണ്ടായിരുന്നു. ഇന്ന് ഏതെങ്കിലും മുസ്ലിംകാർക്ക് ജോലി ഉണ്ടാ? ഏതെങ്കിലും പള്ളിയിലെ ഇമാമിന് ജോലി ഉണ്ടാ? ഇല്ല. എന്താ കാര്യം? ചോദ്യം ചെയ്യാൻ കൗമുണ്ട്. ഏതെങ്കിലും ഉസ്താദ് പള്ളിയിൽ ജോലിയോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് കൂടെ തുടങ്ങിയാൽ, അല്ലാതെ ശമ്പളമൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടി തീർന്ന്. നമ്മുടെ ആളുകൾക്കൊരു ധാരണയുണ്ട്, പള്ളിയിലെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഉണർന്നിങ്ങനെ റൂമിനകത്ത് ഹാളറായിരിക്കണം, കൃത്യസമയത്ത് പള്ളിയിൽ വരണം. വാപ്പാക്ക് സുഖമില്ല, അത് അള്ളാഹു എന്തെങ്കിലും ചെയ്തോളൂ, നിങ്ങളവിടെ തന്നെ ഇരിക്കും. ചില കമ്മിറ്റിക്കാർ പറയുന്നതാ, ഉമ്മാക്ക് സുഖമില്ല, അത് അള്ളാഹു നോക്കിക്കോളൂ, നിങ്ങളിവിടെ തന്നെ ഇരിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഉലമാക്കൾക്ക് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുക്കുന്നില്ല, ആലിമീങ്ങൾക്ക് കൊടുക്കേണ്ട പദവി നമ്മൾ കൊടുക്കുന്നില്ല. അത് കൊടുത്തേ പറ്റുള്ളൂ. മഹാന്മാരായ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. ഈ പ്രവാചകന്മാരെ ഒരാളും ചോദ്യം ചെയ്യാണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഓരോ ബിസിനസ് ഉണ്ടായിരുന്നു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കോടീശ്വരന്. അബൂ ഹനീഫ, എന്തിന് മുഹീദ്ദീൻ ശൈഖിന്റെ കഥ പറയണം? അബൂ ഹനീഫത്തുൽ കൂഫി നുഅ്മാനി റളിയല്ലാഹു അൻഹുവിനെ പോലെ സമ്പത്തുള്ള ആ നാട്ടിൽ വേറെ ഒരുത്തണ്ടായിരുന്നില്ല. അദ്ദേഹം കോടീശ്വരനാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഭയങ്കര കോടീശ്വരനാണ്. അദ്ദേഹത്തിന് ബിസിനസ്, എവിടെയൊക്കെ ബിസിനസ് ഉണ്ടോ അവിടെയൊക്കെ ബിസിനസ് ഉണ്ട്. ഇന്ന് പള്ളിയിൽ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ കച്ചവടം ഉണ്ടെങ്കിൽ പറയും, ഓ നിങ്ങൾക്ക് ജീവിക്കാൻ മാർഗമുണ്ടല്ലോ. മുസ്ലിയാർക്ക് ബിസിനസ് തുടങ്ങിപ്പോയി, കച്ചവടം തുടങ്ങിപ്പോയി, അതിനിപ്പോ എന്താ പ്രശ്നം? ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റണം, നമ്മളെ നിലപാടുകൾക്ക് മാറ്റം വരണം. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ജോലി എന്താണെന്നറിയോ? തയ്യലുകാരനായിരുന്നു, ടൈലറായിരുന്നു സക്കരിയ നബി അലൈഹിസ്സലാം. സൂചി, അതായത് ചരിത്രം പറയുന്നത്, സൂചി എടുത്തിട്ട് നൂല്, അപ്പൊ ഇന്നത്തെ സൂചി കണക്കാൻ അന്നത്തെ സൂചി ഒന്നും ചോദിക്കരുത്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ചില കാര്യങ്ങൾ അല്ലാഹു തആല ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. ഗൈറ നസിയാൻ, മറന്നിട്ടല്ല, റഹ്മത്തല്ലക്ക് നിങ്ങൾക്ക് കരുണയ്ക്ക് വേണ്ടിയിട്ട്. വസഖത്ത നശിയ ഫലാ
തബ്ഹസു അൻഹ. ചില കാര്യങ്ങൾ ചുമ്മാ കിണ്ടി കിണ്ടി ചോദിക്കാൻ നടക്കരുത് നമ്മൾ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം സൂചി എടുത്തിട്ട് അതിൽ നൂല് കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞിരുന്നത് എന്തെന്നറിയോ? സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞിരുന്നത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇതാ പറഞ്ഞുകൊണ്ടിരുന്നത് സക്കരിയ നബി അലൈഹിസ്സലാം. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുമത്രേ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അല്ലാഹു സക്കരിയ നബി അലൈഹിസ്സലാമിനെ എവിടേക്ക് കൊണ്ടുപോയെന്നറിയോ? വറഫഅനാഹു മകാനൻ അലിയാ. അല്ലാഹു ഉന്നതമായ സ്ഥാനത്തേക്ക് സക്കരിയ നബിയെ കൊണ്ടുപോയി. അല്ലാഹു തന്നെ ചോദിച്ചു സക്കരിയ നബിയോട്, ഓ സക്കരിയ, എന്തുകൊണ്ടാണ് അങ്ങക്ക് ഈ പദവി ഞാൻ തന്നതെന്നറിയോ സക്കരിയ നബിയെ? സക്കരിയ നബി പറഞ്ഞു, അറിയില്ല. ആ സമയത്ത് അല്ലാഹു പറയുകയാണ്, അല്ലാഹു സക്കരിയ നബിയോട് പറയുകയാണ്, യർതഫിഉ ഇലയ്യ മിൻ അമലിക കുല്ല യൗമിൻ മിസ്ല നിസ്ഫി അഅമാലി അഹ്ലി ദുനിയാ മിൻ കസ്റത്തി ദിക്രി. ഓരോ ദിവസവും ഈ ഭൂമിയിലുള്ള പകുതി ആളുകളുടെ അമലുകൾ അങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ലോകത്തുള്ള മൊത്തം ജനസംഖ്യാനുപാതത്തിന്റെ പകുതി, ആ പകുതി ഇബാദത്തുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. മിൻ ദിക്രിക, നിങ്ങൾ എന്നെ ഓർക്കുന്ന ദിക്ർ കൊണ്ട് മാത്രം. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അല്ലാഹു വറഫഅനാഹു മകാനൻ അലിയ, ഉന്നതമായ സ്വർഗത്തിലേക്ക് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിനെ ഉയർത്തിക്കൊണ്ടുപോയി. അതുകൊണ്ട് സഹോദരങ്ങളെ, മറന്നു പോകരുത്. ഒന്ന്, ലാ യുതീബുൽ ലൈലു ഇല്ലാ ബിമുനാജാതിക്, നിന്നെ മുനാജാത്ത് നടത്തിക്കൊണ്ടല്ലാതെ എനിക്ക് രാത്രി പരിശുദ്ധമാവൂല. ലാ യുതീബുൻ നഹാറു ഇല്ലാ ബിത്വാഅതിക്, പകല് നിനക്ക് ഇബാദത്ത് എടുത്തുകൊണ്ടല്ലാതെ എനിക്ക് നന്നാക്കാൻ പറ്റൂല. വലാ തതീബുദ് ദുനിയ ഇല്ലാ ബിദിക്രിക, ദുനിയാവ് എനിക്ക് നന്നാകണമെങ്കിൽ നിന്നെ ഓർക്കണം. ഇനി നാലാമത്തേത് മഹാനായ യഹ്യ ഇബ്നു മുആദ് റാസി തങ്ങൾ പറഞ്ഞു, ലാ തതീബുൽ ആഖിറ ഇല്ലാ ബിഅഫ്വിക, ആഖിറം രക്ഷപ്പെടണമെങ്കിലും പടച്ചോനെ നീ പുറത്താലേ പറ്റുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് യഹ്യ ഇബ്നു മുആദ് റാസി തങ്ങൾ പറയാണ്, ഇനി ആഖിറത്തിൽ ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ നിന്റെ അഫ്വ് എനിക്കുണ്ടാകണം. അല്ലാഹു ആരാ? അല്ലാഹു ആരാ? പാപം പൊറുക്കുന്നത് വേറെ, അഫ്വ് വേറെ. മഗ്ഫിറത്ത് വേറെ, അഫ്വ് വേറെ. നമുക്ക് ഏതാ വേണ്ടത്? ഏതാ വേണ്ടത്? ഒന്ന് പറയ്. മഗ്ഫിറത്ത് വേണോ അഫ്വ് വേണോ? അവരവരൊന്ന് ചിന്തിച്ചു നോക്ക്. എന്താ നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് മഗ്ഫിറത്തല്ല, അഫ്വാ. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ ഏടില് ബാക്കി ഉണ്ടാവും, പുറത്ത് വന്നിരിക്കാൻ ആ പോട്ടെ കേറിക്കോ. പക്ഷെ ഏടില് റഖീബത്ത് എഴുതിയത് ഉണ്ടാവും. അഫ്വ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മാച്ച് കളയാൻ. ഏടി തന്നെ ഉണ്ടാവൂല. നമുക്ക് വേണ്ടത് ഏതാ? അതുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ രാവേദ ലൈലത്തുൽ ഖദ്ർ. അത് വന്നെന്നറിയുമ്പോ ഞാൻ എന്താ നബിയെ ചെയ്യേണ്ടത്? ആയിഷ ബീവിയോട് പറയുകയാണ്, പറയണം, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ മാപ്പ് കൊടുക്കുന്നവനല്ല, നീ തന്നെയാണ് മാപ്പ്. അഫ്വ് നീയാണ്. തുഹിബ്ബുൽ അഫ്വ, നീ അഫ്വിനെ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നീ, അതുകൊണ്ട് എന്നെ തൊട്ട് നീ വിട്ടുപൊറുക്കണേ അല്ലാ, നീ അതിനെ മാച്ച് കളയണേ അല്ലാ. ഖുർആൻ പറഞ്ഞല്ലോ, ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, അല്ലാഹു മഗ്ഫിറത്ത് വാസിആയവനാണ്, വിശാലമായവനാണ്. അല്ലാഹു അവന്റെ മഗ്ഫിറത്ത് വിശാലമാണ്. അവന്റെ മഗ്ഫിറത്ത് വിശാലാവെന്ന് പറഞ്ഞാൽ മഗ്ഫിറത്ത് തന്നെ പൊറുക്കലാണ്. അത് വിശാലാവുമ്പോഴാണ് അഫ്വാവുന്നത്. അതുകൊണ്ടാണ് ഷാഫി ഇമാമ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ, തആലാമനി ദംബി ഫലമ്മാ ഖറന്തുഹു ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅലമാ. ഇമാം മുസ്നി കാണാൻ പോയി മരിക്കാൻ കിടക്കുന്ന ഷാഫി ഇമാമിനെ. മരണാസന്നനായ ഷാഫി റഹിമഹുല്ലയെ
ഇമാം മുസ്നി കാണാൻ പോകുമ്പോ മുസ്നിമാ ചോദിച്ചു ഇമാം ഷാഫിയോട് എങ്ങനെയുണ്ട് രോഗം? ആ സമയത്ത് പറഞ്ഞത് തഅലാമനി ദംബി ഫലമ്മാ ഖറന്തുഹു ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅലമാ. എന്റെ പാപങ്ങൾ വലുതാണ്. ആ പാപങ്ങളെ ഞാൻ എടുത്തിട്ട് നിന്റെ അഫുവിലേക്ക് ഇങ്ങനെ കമ്പയർ ചെയ്തപ്പോൾ, തുലനം ചെയ്തപ്പോൾ, നിന്റെ അഫുവിലേക്ക് ഞാൻ ചേർത്ത് വെച്ചപ്പോ കാന അഫ്വുക അഅലമാ, എന്റെ പാപങ്ങളെക്കാൾ നിന്റെ അഫു മുകളിലാണ്. ആ ഒരൊറ്റ കാരണം എനിക്ക് വലിയ സന്തോഷം തരുന്നു പടച്ചോനെ. നമ്മൾ അങ്ങനെ പറയേണ്ടത്, അല്ലാഹ് പാപം ഒരുപാട് ചെയ്തു പോയി, കടലിന്റെ നുരയേക്കാൾ പാപം ചെയ്ത്, പക്ഷെ എന്റെ പാപവും നിന്റെ അഫുവും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോ ഞാൻ എത്ര വലിയ പാപം ചെയ്താലും നിന്റെ അഫുവ് അതിന്റെ മുകളിലാണ്. വസിഅത്ത് കുല്ല ശൈ റഹ്മതി വസിഅത്ത് കുല്ല ശൈ, എല്ലാത്തിന്റെ മുകളിലാണ് അള്ളാന്റെ കരുണ. അപ്പൊ എനിക്ക് രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ട്. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതാ. അതുകൊണ്ട് അള്ളാഹുവേ, ആഖിറം രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് അഫുവ് ഉണ്ടാകണം നിന്റെ. ഞാൻ അവസാനിപ്പിക്കാൻ നേരത്ത് ഒന്നുകൂടി പറയാൻ, ഏറ്റവും അവസാനമായി യഹ്യ ഇബ്നു മുആദ് റാസി തങ്ങൾ പറഞ്ഞു, ലാ യതീലാ തുതീബുൽ ജന്ന, എന്റെ രാവ്, എന്റെ പകല്, എന്റെ ദുനിയാവ്, എന്റെ ആഖിറം, എന്റെ റബ്ബേ, ഇതിനപ്പുറത്ത് നീ എനിക്ക് തരുന്ന മറ്റൊന്നുണ്ടല്ലോ? രാവില്ലാത്ത പകലില്ലാത്ത, എല്ലാം ഒരുപോലെയാകുന്ന, നാളെയില്ലാത്ത, ഇന്നില്ലാത്ത, ഇന്നലെയില്ലാത്ത, ഏറ്റവും മനോഹരമായ ആ സുഖലോലുപ സ്വർഗം, ആ സ്വർഗം നന്നാകണമെങ്കിൽ ഒന്നേ ഒന്ന് മാത്രം. എനിക്ക് തസ്നീം കിട്ടിയാ പോരാ, സൽസബീല് കിട്ടിയാ പോരാ, തേനാറ് പോരാ, കള്ളാറ് പോരാ, എനിക്ക് പാലാറ് പോരാ, എനിക്ക് ഹൂറിമാര് പോരാ, എനിക്കിതൊന്നും പോരാ. എന്റെ സ്വർഗം നന്നാകണമെങ്കിൽ ഒന്നേ ഒന്ന്, ഇല്ലാ ബിറുഇയതിക്, അല്ലാഹുവേ നിന്നെ കണ്ടാലല്ലാതെ എനിക്ക് പറ്റൂല. അതുകൊണ്ട് എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. സ്വർഗത്തിൽ പോയി എല്ലാവരും ഇങ്ങനെ ആർമാദിക്കലാണ്, ഇങ്ങനെ ആറാടുകയാണ്. ആ സമയത്ത് അള്ളാഹു ചോദിക്കും, ഇനി എന്തെങ്കിലും വേണോ? അല്ലാഹ് ഇനി എന്ത് കിട്ടാൻ? എല്ലായി പടച്ചോനെ, ഒന്നും വേണ്ട, നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ കിട്ടിയല്ലോ. എന്ത് നമുക്ക് നമ്മുടെ മുമ്പിൽ വരികയാണ്. ആ സമയത്ത് അള്ളാഹ് ചോദിക്കും, ഇനി ഒന്നും വേണ്ടേ? എല്ലാം കിട്ടിയല്ലോ പടച്ചോൻ, ഇനി എന്താ ഉള്ളത്? ആ സമയത്താണ് അള്ളാഹുവിന്റെ ഹിജാബ് അങ്ങ് മാറ്റുക. ഏത് ഹിജാബ്? മൂസാ നബി അലൈഹിസ്സലാമിനോട് പോലും അല്ലാഹ് പറഞ്ഞല്ലോ, ഓ മൂസ നബിയെ, അങ്ങനെ തൂര് സീനയിൽ വെച്ച് കാണുമ്പോ ബൈനി വ ബൈനക അൽഫു ഹിജാബ്, മൂസാ നബിയെ, എന്റെ നിങ്ങളുടെ 1000 മറകൾ ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ പോയാലോ ആ മറയുണ്ട്. സ്വർഗത്തിൽ പോകുമ്പോ അള്ളാഹുവിനെ കാണാൻ പറ്റണം. അതെപ്പോഴാണ്? ആ മറ അങ്ങ് ഉയർത്തുമ്പോ അള്ളാഹുവിനെ നമുക്ക് കാണാം. 14 രാവിന്റെ പൗർണമിയെ പോലെ നമുക്ക് കാണാം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ യഹ്യ ഇബ്നു മുആദ് റാസി തങ്ങൾ പറഞ്ഞെന്താ? ഒരു മനുഷ്യന്റെ ദുനിയാവ്, അവന്റെ രാത്രി നന്നാകണമെങ്കിൽ അള്ളാഹുവിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. അവന്റെ പകല് നന്നാകണമെങ്കിൽ ഇബാദത്ത് ചെയ്യണം. അവന്റെ ദുനിയാവ് നന്നാകണമെങ്കിൽ അവനെ ഓർക്കണം, അവനെ പറ്റി പറയണം. അവന്റെ ആഖിറം നന്നാകണമെങ്കിൽ അവന്റെ അഫ്വ് കിട്ടണം. അവന്റെ സ്വർഗം നന്നാകണമെങ്കിൽ അവനെ കാണണം. അപ്പൊ ആദ്യം പറഞ്ഞേതാ? രാത്രി ഉറക്കമുളയ്ക്കൽ. അവസാനം പറഞ്ഞതോ? അള്ളാഹുവിനെ കാണൽ. നിങ്ങൾ ഇതിനെ അങ്ങോട്ടൊന്ന് കണക്ട് ചെയ്തേ. അള്ളാഹുവിനെ കണ്ടാൽ, അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യമുള്ള ഒരാൾക്ക് അള്ളാഹു എന്താ ചെയ്യാ? അവന്റെ ആഖിറത്തില് അഫ്വ് കൊടുക്കും. അവന്റെ ആഖിറത്തിൽ അഫ്വ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവന്റെ ദുനിയാവ് ദിക്റുള്ളതാകണം. അവന്റെ ദുനിയാവ് ദിക്റുള്ളതാകണമെങ്കിൽ അവന്റെ പകൽ ഇബാദത്തുള്ളതാകണം. അവന്റെ പകൽ ഇബാദത്ത് വേണമെങ്കിൽ എന്ത് വേണം? അവന്റെ രാത്രി അല്ലാഹുവിന് വേണ്ടി കുറഞ്ഞ സമയം മാറ്റിവെക്കാൻ കഴിയണം. അങ്ങനെ മാറ്റിവെക്കുന്നവന് അള്ളാഹുവിനെ കിട്ടും. അങ്ങനെ കിട്ടിയ ആളിന്റെ പേരിലാ തിദ്കാറെ ജീലാനി, ഔസുൽ അഅ്ലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അള്ളാഹു മഹാനവരുടെ ഹക്ക് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കുകയും എല്ലാ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മാറ്റുകയും കടങ്ങൾ മാറ്റിത്തരികയും
നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഉസ്താദുമാർ, സഹായികൾ, മുഹബ്ബീങ്ങൾ, കൂടപ്പറപ്പുകൾ, സഹോദരങ്ങൾ, കടപ്പാടുള്ളവർ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും മാറി, എല്ലാ പ്രയാസങ്ങളും മാറി, അവരുടെ മുറാദുകൾ ഹാസിലായി സ്വർഗത്തിൽ ഒരുമിച്ചുകൂടി ഈമാനോടുകൂടി മരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടി നബിതങ്ങളുടെ ആ ശഫാഅത്ത് കിട്ടുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി ഇസ്സത്തോടെ ജീവിച്ച് ഇസ്സത്തോടെ മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദേ ഇൻഷാ അല്ലാഹ് ഒരു ബക്കറ്റ് എടുക്കണ്ടേ? ഉസ്താദേ ബക്കറ്റ് എന്താ ഷീറ്റിന്റെ കാര്യം പറയണോ? നാളെ പറഞ്ഞാ പോരെ? ബക്കറ്റ് എടുക്കാൻ പോയാലേ ഉള്ളെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വേറെ അഡ്ജസ്റ്റ് ചെയ്യാം. അള്ളാഹു നമ്മുടെ ഇരുത്തവും പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലിയത്തുള്ള മണിക്കൂറുകളാക്കി നമ്മുടെ മണിക്കൂറുകൾ മാറ്റി നാളെ ചൂനാട് اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد وبارك وسلم عليه يا حي يا قيوم برحمتك نستغيث اللهم يا مقلب القلوب ويا سميع الدعاء ويا مجيب الدعاء ويا واهب الخير ويا فارج الهم ويا كاشف الغم യാ അല്ലാഹു യാ അല്ലാഹ്. കരുണക്കടലായ തമ്പുരാനെ, ജഗപരിപാലകനായ അല്ലാഹ്, സർവാധിനാഥനായ തമ്പുരാനെ, ഞങ്ങളെ സാധുക്കളാണ് റഹ്മാനെ, പാപികളാണ് തമ്പുരാനെ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാഹ്. അറിഞ്ഞുമറിയാതെയും വന്നുപോയ മുഴുവൻ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ ഒരാളെയും നീ പാഴാക്കല്ലേ അല്ലാഹ്. ഉലമാക്കളുണ്ട് തമ്പുരാനെ, ഉമറാക്കളുണ്ട്, കുഞ്ഞുമക്കളുണ്ട്, സഹോദരിമാരുണ്ട് അല്ലാഹുവേ. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, എൻ്റെ കൂടെ വന്ന സഹോദരങ്ങൾ, ഈ പള്ളിയുടെ പ്രിയപ്പെട്ട പരിപാലകർ, ഇവിടെ ഒരുമിച്ചുകൂടിയവർ, ബഹുമാനപ്പെട്ട ഉസ്താദ് അടക്കമുള്ളവർ, യാ അല്ലാഹ്, നല്ലപോലെ മൈക്ക് ഒട്ടിപ്പിച്ചവർ, ഇത് പ്രൊജക്ട് വെച്ചവർ, അല്ലാഹുവേ സഹായിച്ചവർ, ഇവിടെ ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, സഹോദരങ്ങൾ, എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഇനിയുള്ള ജീവിതകാല പാപമില്ലാത്ത നല്ല ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. യാ അല്ലാഹ്, കടക്കണിയിൽ പെട്ടുപോയവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, മാലിക്കുൽ മാല് നീയാണ് അല്ലാഹ്, മുഖല്ലിബുൽ ഖുലൂബ് നീയാണ് അല്ലാഹ്, മുകവ്വിറുൽ ലൈലിൻ നഹാറും നീയാണ് അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ കടങ്ങളെ മാറ്റിത്തരണേ അല്ലാഹ്. വന്നുപോയ കടങ്ങളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണേ നാഥാ. പടച്ചവനെ, കടവുമായി ബന്ധപ്പെട്ട്, പലിശയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ആരെയും നീ കടക്കണിയിലാക്കല്ലേ അല്ലാഹ്, പലിശയിലാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിലും നാടുകളിലും രോഗികളുണ്ട്, ആശുപത്രികളിൽ കഴിയുന്നവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളെ പൊന്നോമന മക്കൾക്കൊരാപത്തും വരുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ വീടില്ലാത്തവരുണ്ട്, നീ വീട് തരണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുണ്ട്. ഒരു കുഞ്ഞിന് നാളെ ഓപ്പറേഷനാണ് അല്ലാഹുവേ. പടച്ചവനെ, ആ മാതാപിതാക്കളുടെ നെഞ്ചിന്റെ ആ വേദന, ആ ഹൃദയത്തിന്റെ മിടിപ്പ് നിനക്കേ അറിയൂ യാ അല്ലാഹ്. ഈ സരസിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ പറഞ്ഞ ആ ഇൽമുകളുടെ ബറക്കത്ത് കൊണ്ട് ആ ഓപ്പറേഷൻ വിജയകരമാക്കണേ അല്ലാഹ്. ഇനി ആ ശരീരത്തിൽ കത്തി വെക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ പൊന്നുമക്കും ആ ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മൺമറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ ഉസ്താദുമാരും മാതാപിതാക്കൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, അഫ്വ് ചെയ്യണേ അല്ലാഹ്. യാ അല്ലാഹ്, ഈ ഹറമിലെത്തിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്.
ലോകത്ത് സമാധാനം നൽകണേ റബ്ബേ. പടച്ചവനെ, പീഡനങ്ങൾ അനുഭവിക്കുന്ന നിരപരാധികൾക്ക് മോചനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഫലസ്തീനിലെ പൊന്നുമക്കൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഖുദ്സ് മോചിപ്പിക്കണേ അല്ലാ. ജൂതപരീക്ഷകളെ നീ പിടിച്ചു കെട്ടണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇൽമു തരണേ അല്ലാ, അമല് തരണേ അല്ലാ, ഇബാദത്തിൽ ലദ്ദത്ത് തരണേ അല്ലാ, ത്വാഅത്തിന് തൗഫീഖ് തരണേ അല്ലാ, ഖൽബിൽ നൂർ തരണേ അല്ലാ, ശരീരത്തിന് സ്വബ്ർ തരണേ അല്ലാ. പടച്ചവനെ, ദിക്റിന് തൗഫീഖ് തരണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ നാവിന് അസർ തരണേ അല്ലാ. യാ അല്ലാ, ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ലേ അല്ലാ. സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. ലോകത്തുള്ള മുഴുവൻ സാലിഹീങ്ങളുടെ പ്രാർത്ഥനയിലും നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ നാഥാ. ഈ ദുആനെ സ്വീകരിക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, നല്ല ഒരു നസീഹത്ത് നൽകിയ ഉസ്താദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം വിജയിപ്പിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ സയ്യിദ് അവറുകൾ ഇശാ നിസ്കാരത്തിന് മുമ്പായി നമ്മുടെ വേദിയിൽ എത്തിച്ചേരും. എല്ലാവരും നേരത്തെ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു.